താൽക്കാലിക താമസരേഖകൾ റദ്ദാക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന പുതിയ നിയമങ്ങൾ കാനഡ അവതരിപ്പിച്ചു. ഇതിനർത്ഥം താൽക്കാലിക പെർമിറ്റോ വിസയോ ഉള്ള ഒരാൾ കാനഡയിലാണെങ്കിൽ ആവശ്യമെങ്കിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഈ രേഖകൾ റദ്ദാക്കാൻ കഴിയും എന്നാണ്. ചില ആവശ്യകതകൾ പാലിക്കുന്നില്ലെങ്കിൽ വിദ്യാർത്ഥികളെയോ തൊഴിലാളികളെയോ പോലെ കാനഡയിൽ താൽക്കാലികമായി താമസിക്കുന്ന ആളുകളെ ഈ മാറ്റങ്ങൾ ബാധിച്ചേക്കാം. അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ഇമിഗ്രേഷൻ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ പദ്ധതി എന്നാണ് ഇമിഗ്രേഷൻ കാനഡ റിപ്പോർട്ട് ചെയ്യുന്നത്. കാനഡയിൽ ആളുകളുടെ താൽക്കാലിക താമസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇമിഗ്രേഷൻ അതിർത്തി സേവന ഉദ്യോഗസ്ഥർക്ക് പുതിയ നിയന്ത്രണങ്ങൾ കൂടുതൽ അധികാരം നൽകും. പുതിയ ചട്ടങ്ങൾ പ്രകാരം താൽക്കാലിക താമസ രേഖകൾ റദ്ദാക്കാൻ കഴിയുന്ന നിരവധി പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി തെറ്റായ വിവരങ്ങൾ നൽകുകയോ ക്രിമിനൽ കുറ്റം ചുമത്തുകയോ ചെയ്താൽ താമസരേഖ റദ്ദാക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കും. ഒരു വ്യക്തിക്ക് കാനഡയിൽ അനുവദനീയമായതിലും കൂടുതൽ കാലം താമസിക്കാൻ കഴിഞ്ഞെന്ന് ഒരു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന് തോന്നിയെങ്കിൽ രേഖകൾ റദ്ദാക്കാൻ ഉദ്യോഗസ്ഥന് സാധിക്കും. ഒരു രേഖ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്താൽ അത് റദ്ദാക്കാവുന്നതാണ്. ആരെങ്കിലും സ്ഥിരതാമസക്കാരനാവുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്താൽ അവരുടെ താൽക്കാലിക രേഖകൾ റദ്ദാക്കാവുന്നതാണ്. ഒരു രേഖ അബദ്ധത്തിൽ നൽകിയതാണെങ്കിൽ അത് റദ്ദാക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. താൽക്കാലിക താമസ വിസയുള്ള ഒരാൾ കാനഡയിൽ താമസിക്കാൻ യോഗ്യനല്ലാത്ത വിധത്തിൽ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ വിസ റദ്ദാക്കാം. പഠന പെർമിറ്റുള്ള ഒരു വിദ്യാർത്ഥി അംഗീകാരമില്ലാത്തതോ അടച്ചിട്ടിരിക്കുന്നതോ ആയ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നതായി കണ്ടെത്തിയാൽ അവരുടെ പെർമിറ്റ് എടുത്തു കളയാം. ഒരു പാസ്പോർട്ടോ വിസയോ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ആരെങ്കിലും അത് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ അത് റദ്ദാക്കാം. പുതിയ നിയമങ്ങളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ താൽക്കാലിക താമസക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. IRCC വെബ്സൈറ്റും മറ്റ് ഔദ്യോഗിക സ്രോതസ്സുകളും പതിവായി പരിശോധിച്ചുകൊണ്ട് ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങൾ പിന്തുടരുക. IRCCയുമായുള്ള നിങ്ങളുടെ എല്ലാ സ്വകാര്യ വിവരങ്ങളും ശരിയാണെന്നും നിലവിലുള്ളതാണെന്നും ഉറപ്പാക്കുക. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പുതിയ വിലാസം അല്ലെങ്കിൽ വൈവാഹിക നില പോലുള്ള ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. അവ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ഐഡന്റിറ്റി മോഷണത്തിൽ നിന്നോ ഉപയോഗത്തിൽ നിന്നോ സ്വയം പരീക്ഷിക്കുന്നതിന് പോലീസിലും IRCCയിലും ഉടൻ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ താൽക്കാലിക താമസം അവസാനിക്കാൻ പോകുകയാണെങ്കിൽ കാനഡയിൽ നിങ്ങളുടെ അനുവദനീയമായ സമയം കവിയുന്നത് ഒഴിവാക്കാൻ പെട്ടെന്ന് തന്നെ റിന്യൂവലിന് അപേക്ഷിക്കുക. നിങ്ങളുടെ രേഖ റദ്ദാക്കിയാൽ എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. രേഖ റദ്ദാക്കിയത് തെറ്റിദ്ധാരണ മൂലമോ പിഴവ് മൂലമോ സംഭവിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്പീൽ നൽകാനോ വീണ്ടും അപേക്ഷിക്കാനോ കഴിയും. അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും വിസ പ്രോഗ്രാമുകൾ സുരക്ഷിതമായി നിലനിർത്തുന്നതിനും കാനഡയിലെ പൊതു സുരക്ഷ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ രേഖകൾ റദ്ദാക്കുന്നതിലൂടെ സുരക്ഷാ പ്രശ്നങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും യോഗ്യരായ ആളുകൾ മാത്രം രാജ്യത്ത് തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും സാധിക്കും. ചിലർ ഈ മാറ്റങ്ങളെ വെല്ലുവിളിച്ചേക്കാം. എന്നാൽ പ്രധാന ലക്ഷ്യം കാനഡയുടെ ഇമിഗ്രേഷൻ സംവിധാനം സംരക്ഷിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നിയമങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കാനും എല്ലാ ആവശ്യകതകളും പാലിക്കാനും ഈ മാറ്റങ്ങളെ നേരിടാൻ ആവശ്യമെങ്കിൽ നിയമസഹായം നേടാനും താൽക്കാലിക താമസക്കാരെ കനേഡിയൻ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.